പരാതിക്കാരന് നേരെ പോലീസിന്റെ ക്രൂരമർദ്ദനം. തിരുവനന്തപുരം നരുവാമൂട് പോലീസ് സ്റ്റേഷനിലെ SI കിരൺ പരാതിക്കാരൻ ഘനശ്യാമിനെ ക്രൂരമർദ്ദനത്തിനിരയാക്കി. കേസ് പരിഹരിച്ച രണ്ടാം ദിനം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയായിരുന്നു പോലീസിന്റെ ഈ അതിക്രമം. ക്രൂരമർദ്ദനത്തിനിരയായ യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം നരുവാമൂട് ഒലിപ്പുനടയിൽ വ്യാഴാഴ്ചയാണ് ഘനശ്യാമും കുടുംബം റോഡരികിൽ നിൽക്കുമ്പോൾ മദ്യപിച്ച് ബൈക്കിലെത്തിയ 4 സംഘം ഇവരുടെ കയ്യിലെ കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചത്. ഇത് തടഞ്ഞതോടെ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമായി. യുവാവും വീട്ടുകാരും നരുവാമൂട് പോലീസിൽ പരാതിപ്പെട്ടതിനെ തുടർന്ന് ഇരു കൂട്ടരെയും വിളിച്ചു വരുത്തി ഒത്തുതീർപ്പാക്കി വിട്ടു. തൊട്ടടുത്ത ദിവസം ഘനശ്യാമിനെ വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കൗണ്ടർ പരാതിയുണ്ടെന്നും കേസ് പിൻവലിച്ചില്ലെങ്കിൽ ലഹരിക്കടത്തിലും പെണ്ണുകേസിലും കൊടുക്കുമെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നും ഘനശ്യാം പറഞ്ഞു. ഇന്നലെ രാത്രി 7 മണിക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ വരണം, സ്റ്റേഷനിൽ വരണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തി. അവിടെ മാറിയില്ലാന്ന് പറഞ്ഞ് എൻ്റെ കപാലത്തിലൊക്കെ ഇട്ട് അടിച്ച് എൻ്റെ സിബൊക്കെ ഊരാൻ പറഞ്ഞ് എന്നെ വിരട്ടിയിട്ട് ഇതേപോലെ സാധനം വെളിയിറ, ഞാൻ അവിടെ പെപ്പർ സ്പ്രേ അടിച്ചിട്ട് അപ്പം നീ എല്ലാം പറയുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിക്കാത്തതുകൊണ്ട് എൻ്റെ മുട്ടിൻ്റെ അവിടെ ഈ മുട്ടിൻ്റെ അവിടെ ആയിട്ട് 4-5 ചവിട്ട് ബൂട്ടിൻ്റെ തുമ്പ് വെച്ച് എല്ലാം ഞാൻ നിന്റെ പേരിൽ കേസൊക്കെ ഉണ്ടാക്കാൻ അറിയാം, ഞാൻ അതിനാണ് ഇവിടെ ഇരിക്കണത്, നിന്റെ പേരിൽ കള്ളക്കേസ് കൊടുക്കും, എൻ്റെ പേരിൽ ഇപ്പോൾ ഒരു പെണ്ണ് കേസൊക്കെ ചാർജ് ചെയ്തിട്ടുണ്ട്, നീ കേസ് പിൻവലിച്ചില്ലെങ്കിൽ എന്നെ കഞ്ചാവ് കേസിൽ തൂഫാൻ അങ്ങനെ എന്തൊക്കെ വെച്ച് എന്നെ പിടിക്കുമെന്നൊക്കെയാണ് ഇപ്പോൾ പറയണത്. പോലീസിന്റെ കള്ളക്കേസ് ഭീഷണിക്ക് വഴങ്ങാതിരുന്ന ഘനശ്യാമിനെ നരുവാമൂട് SI കിരണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി CCTV ക്യാമറ ഇല്ലാത്ത ബാത്റൂമിൽ വെച്ച് അതിക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ആരോപണം. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബൂട്ടിട്ട കാലുകൊണ്ട് കാലിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ മൊബൈൽ ഫോൺ സ്റ്റേഷനിൽ പിടിച്ചുവെച്ചെന്നുമാണ് ഘനശ്യാമിന്റെ പരാതി. യുവാവിന്റെ വാരിയെല്ലുകൾക്കും കാലിനും പോലീസ് മർദ്ദനത്തിൽ ചതവുണ്ട്. നിലവിൽ ഘനശ്യാം ബാലരാമപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. നരുവാമൂട് SI കിരണിനും പോലീസുകാർക്കുമെതിരെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം. ജ്യോതിഷ് ജനാർദ്ദനൻ, ജനം, തിരുവനന്തപുരം.